തദ്ദേശ നിയമസഭാ തെരഞ്ഞെടുപ്പുകളിൽ ടേം വ്യവസ്ഥ നടപ്പാക്കാൻ ശ്രമമുണ്ടാകുമെന്ന് മുസ്ലിം യൂത്ത് ലീഗ് സംസ്ഥാന ജനറൽ സെക്രട്ടറി പി.കെ. ഫിറോസ് പറയുന്നു. ഇത്തവണ യുവപ്രാതിനിധ്യം ഉറപ്പാക്കണമെന്ന് നേതൃത്വത്തോട് അവർ ആവശ്യപ്പെട്ടു. ഉറപ്പായും ഒരുപാട് പുതുമുഖങ്ങൾക്ക് ഇത്തവണ അവസരം ലഭിക്കുമെന്ന് പി.കെ. ഫിറോസ് 24 പറഞ്ഞു. നിഖിൽ പ്രമേഷിന്റെ റിപ്പോർട്ട്. യൂത്ത് ലീഗ് സംസ്ഥാന ജനറൽ സെക്രട്ടറി പി.കെ. ഫിറോസാണ് ഇപ്പോൾ നമ്മളോടൊപ്പം ചേരുന്നത്. ഈ നിലമ്പൂരിൽ നിങ്ങൾക്ക് കിട്ടിയ ഒരു ആത്മവിശ്വാസം അത് വളരെ വലുതാണ്. ഫിറോസ് അടക്കമുള്ള ആളുകളുടെ ഒരു ഒറ്റക്കെട്ടായ പ്രവർത്തനം അവിടെ കണ്ടിരുന്നു. അപ്പോൾ വരാൻ പോകുന്ന തദ്ദേശ നിയമസഭാ തെരഞ്ഞെടുപ്പുകളിൽ അതിൻ്റെ ഒരു തുടർച്ച തന്നെ ഉണ്ടാവും നമുക്ക് കരുതാൻ പറ്റും. എങ്ങനെയുള്ള ഒരു വർക്കായിരിക്കും യൂത്ത് ലീഗ് അടക്കം ഇതിനോടൊപ്പം തന്നെ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത് അതിനു വേണ്ടി? തീർച്ചയായിട്ടും ഇപ്പോൾ നിലമ്പൂരിലെ ഉപതെരഞ്ഞെടുപ്പിൽ ഞങ്ങൾക്ക് കിട്ടിയൊരു ആത്മവിശ്വാസം അത് വളരെ വലുതാണ്. അവിടുന്ന് ജനങ്ങളിൽ നിന്ന് കിട്ടിയ പ്രതികരണങ്ങൾ, അവരുടെ പിന്തുണ ഞങ്ങളുടെ പ്രതീക്ഷയിലും അപ്പുറത്തായിരുന്നു. സ്വാഭാവികമായും വരാൻ പോകുന്ന തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പിലും അതുപോലെ തന്നെ നിയമസഭാ തെരഞ്ഞെടുപ്പിലൊക്കെ അത് പ്രതിഫലിക്കുന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. ഇനിയിപ്പോൾ നിയമസഭാ തെരഞ്ഞെടുപ്പുകൾ വരാൻ പോവുകയാണ്. UDF-നെ സംബന്ധിച്ചിടത്തോളം അതാണ് ഏറ്റവും വലിയൊരു വെല്ലുവിളി എന്ന് പറയുന്നത്. അപ്പോൾ ആ തെരഞ്ഞെടുപ്പിലേക്ക് പോകുമ്പോൾ ഒരു എന്താ പറയുക, UDF-ലെ രണ്ടാമത്തെ ഘടകകക്ഷിയായിട്ടുള്ള മുസ്ലിം ലീഗിന് ഒരുപാട് ഒരുക്കങ്ങൾ പൂർത്തിയാക്കേണ്ടതുണ്ട്. അതൊക്കെ ഇതിനോടൊപ്പം തന്നെ ആരംഭിച്ചിട്ടുണ്ടാകും. അപ്പോൾ ഒരുപാട് തവണ മുൻ ടേമുകൾ മത്സരിച്ച ആളുകൾ മാറി നിൽക്കണം എന്നുള്ള ഒരു ആവശ്യമൊക്കെ കാലങ്ങളായി ഉയരുന്നതാണ്. ഇത്തവണ അതെന്തായാലും പ്രാബല്യത്തിൽ വരാനുള്ള സാധ്യതയുണ്ട്. ചിലപ്പോൾ 3 ടേം മത്സരിച്ചവർ മാറി നിൽക്കുന്ന സാഹചര്യം സ്വാഭാവികമായിട്ട് ഉണ്ടാവുന്നത് കഴിഞ്ഞ തവണ പറഞ്ഞതാണ്. ഇത്തവണ അത് പ്രതീക്ഷിക്കാം. ഇപ്പോൾ ലോക്കൽ ബോഡി ഇലക്ഷനിൽ 3 ടേം എന്നുള്ളത് കർശനമായി പാർട്ടി നടപ്പിലാക്കിയിരുന്നു. അപ്പോൾ നിയമസഭാ തെരഞ്ഞെടുപ്പിലാകുമ്പോൾ ചില അനിവാര്യമായിട്ടുള്ള ആളുകളുണ്ടാവും, എക്സ്പീരിയൻസും ഉള്ള ആളുകളെയും വേണ്ടി വരും. അപ്പോൾ രണ്ടും ചേർത്തുകൊണ്ടുള്ളൊരു പട്ടികയായിരിക്കും പാർട്ടി തയ്യാറാക്കുന്നതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. പക്ഷേ അതിനകത്ത് തീർച്ചയായിട്ടും ചില മാനദണ്ഡങ്ങളുണ്ടാവും. ആ മാനദണ്ഡങ്ങൾ പാർട്ടി അതാത് സമയങ്ങളിൽ തീരുമാനിക്കുന്നതായിരിക്കും. അത് 2 ടേമാണോ 3 ടേമാണോ എന്നൊക്കെയുള്ളത് പാർട്ടിയാണ് തീരുമാനിക്കുക. എന്തായാലും പുതുമുഖങ്ങളും പരിചയസമ്പന്നരും ഒക്കെ ചേർന്ന ജനങ്ങൾക്ക് സ്വീകാര്യമായിട്ടുള്ള വിന്നബിലിറ്റി ഉള്ള ഒരു പട്ടികയായിരിക്കും തീർച്ചയായിട്ടും പാർട്ടി പുറത്തിറക്കുക എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. യൂത്ത് ലീഗ് ആവശ്യപ്പെട്ടോ കൂടുതൽ സീറ്റുകൾ വേണമെന്നുള്ളത്? അല്ല, അങ്ങനെ യൂത്ത് ലീഗ് ഒരു ഘട്ടത്തിലും കൂടുതൽ സീറ്റ് ആവശ്യപ്പെടുക എന്നുള്ളതില്ല. പക്ഷേ സ്വാഭാവികമായിട്ടും യുവാക്കൾക്കും അതുപോലെ തന്നെ പുതുമുഖങ്ങൾക്കൊക്കെ അർഹമായ പ്രാതിനിധ്യം കൊടുക്കണമെന്ന് പൊതുവായിട്ട് ആവശ്യപ്പെടാറുണ്ട്. അത് തീർച്ചയായിട്ടും പാർട്ടി അതാത് സമയങ്ങളിൽ പരിഗണിക്കാറുണ്ട്. പുതുമുഖങ്ങളും യുവാക്കളുമൊക്കെ ഇത്തവണയും ആ രീതിയിലുള്ള ഒരു പരിഗണന പാർട്ടി തീർച്ചയായും നൽകും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. അപ്പോൾ എന്തായാലും വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പ് കാലത്തെ അടക്കം യൂത്ത് ലീഗ് ഏത് തരത്തിലാണ് ഒരുങ്ങുന്നത് എന്നുള്ള കാര്യങ്ങൾ വിശദീകരിക്കുകയായിരുന്നു പി.കെ. ഫിറോസ്. നിഖിൽ പ്രമേഷ്, 24 കോഴിക്കോട്.